മറ്റൊരു കാര്യം, കന്നൌജിൽ ഉത്തർപ്രദേശിൽ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദി സീരീസ്, മാൻ ഓഫ് ദി മാച്ച് അല്ല, പ്ലെയർ ഓഫ് ദി മാച്ച് അല്ല, അതുപോലെ പ്ലെയർ ഓഫ് ദ സീരീസ് അഖിലേഷ് യാദവിന്റെ ഇപ്പോഴത്തെ ലീഡ് 1,16,979 ഒരുപക്ഷെ തോറ്റുപോയേക്കാം എന്ന ആദ്യഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ട സീറ്റ് സ്വന്തമായി വന്ന് മത്സരിച്ചു. നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി വന്ന് മത്സരിച്ചെടുത്താണ് 1,00,000 മുകളിൽ. കനൌജ്, ഇന്ത്യയുടെ സിറ്റി ഓഫ് ഫ്രാഗ്രൻസ് എന്നറിയപ്പെടുന്ന കനൌജ്, സുഗന്ധ തൈലങ്ങൾ വാറ്റിയെടുക്കുന്ന കനൌജ്, അഖിലേഷ് യാദവ് അവിടെ നിന്ന് വാറ്റിയെടുത്തത് പുതിയ വിജയത്തിന്റെ സമവാക്യങ്ങളാണ്. തീർച്ചയായും അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ സുഗന്ധവാഹി തന്നെയാണ്. അല്ല, അവിടെയും വോട്ട് കട്ടറായി വന്ന ബഹുജൻ സമാജ് പാർട്ടിയുടെ ഇമ്രാൻ ബിസ് സഫറിന് 4,28,667 വോട്ട് പുറകിലാണ്. 61,346 വോട്ട് മാത്രമേ അവിടെ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒരു പക്ഷേ ഇങ്ങനെ വോട്ട് കട്ടിംഗ് നടത്തിയില്ലായിരുന്നു എങ്കിൽ അഖിലേഷ് യാദവിന്റെ ഭൂരിപക്ഷം അല്ലെ ലീഡ് ഇതിനേക്കാൾ കൂടിയാണ്. ഒരുപക്ഷെ BSPയുടെ ഈ ഡബിൾ കളി, രണ്ട് കളി, ആ കളി കൃത്യമായി തിരിച്ചറിയാൻ UPയിലെ വോട്ടർമാർക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത്. ഓർമ്മയില്ലേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BSPക്കായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നത്.